ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അള്ളാനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SIS-ന്റെ പ്രവർത്തകരെ, SSF-ന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. ആര് ഭരിച്ചാലും സഹായം റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളെ സഹായി. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അവനേക്കാൾ നല്ല സഹായിയില്ല, അവനേക്കാൾ വലിയ സംരക്ഷകനില്ല. കുറച്ച് കിട്ടിയല്ലോ. ഏത് ഗൂഢാലോചനകളെ കൊണ്ടും സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനവുമായി പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു, സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രാഷ്ട്രീയപരമായി യാതൊരു ബന്ധങ്ങളുമില്ല, രാഷ്ട്രീയം സമസ്തയിലോ അല്ലെങ്കിൽ സമസ്ത രാഷ്ട്രീയത്തിൻ്റെയോ ഘടകമാണ് എന്ന വാദങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രസ്താവന. അതേസമയത്ത് MT അബ്ദുള്ള മുസ്ലിയാർ തൊട്ടടുത്ത ദിവസം നടത്തിയ സമ്മേളനത്തിൽ വെച്ച് ലീഗ് സമസ്തയുടേതാണെന്നും സമസ്ത ലീഗിൻ്റേതാണെന്നുമുള്ള പ്രസ്താവന ഉന്നയിച്ചല്ലോ. എന്താണ് ഇതിനെക്കുറിച്ച് മറുപടി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി തങ്ങൾ പ്രതികരിച്ചു. അത് അദ്ദേഹത്തോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ തന്നെ ചോദിക്കൂ, സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് ഇത്ര കാലവും പറഞ്ഞല്ലോ, പിന്നെ അതിന് വിരുദ്ധമായിക്കൊണ്ട് എന്താണ് നിങ്ങൾ പറയാൻ കാരണമെന്ന് നിങ്ങൾ പ്രസംഗിച്ച വ്യക്തിയോട് തന്നെ ചോദിക്കുക. അത് സമസ്തയുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ തീർത്തു പറയുന്നു, മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിന്റേതാണ്. ഞാൻ തീർത്തു പറയുന്നു, മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. സമസ്തയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിന്റേതാണ്. മലപ്പുറം സമ്മേളനത്തിൽ തന്നെ താങ്കൾ പങ്കെടുത്ത സമ്മേളനത്തിൽ MT ഉസ്താദ് പറയുന്നത് ലീഗ് എന്നുള്ള സമസ്തയുടേതാണ്. അല്ല, അതിപ്പോ ഞാൻ മൂപ്പര് പറഞ്ഞു എന്നോട് ചോദിച്ചിട്ട് അത് മൂപ്പര് നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടതാണ്. എന്ത്, എങ്ങനെ, ഏത് അടിസ്ഥാനത്തിൽ? അല്ല, ഞാനവിടെ എന്റെ പ്രസംഗം പ്രസംഗിച്ചല്ലോ. അതന്നെ, അത് അവരോടല്ലേ ചോദിക്കേണ്ടത്. ഒരു വ്യക്തി പ്രസംഗിച്ചതിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് സമസ്തന്റെ ഔദ്യോഗികമായ നയം ഞാൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു പാർട്ടിക്കാർക്കും ഒരു നൽകും ബുദ്ധിമുട്ടില്ലാത്ത നൽക്ക് സമസ്ത മുമ്പേ തുടർന്നു പോകുന്ന നയം ഞാൻ പറഞ്ഞു. അതാണ് സമസ്തന്റെ എന്നുള്ള നയം. സമസ്തയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നും രാഷ്ട്രീയപരമായി ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനമല്ല സമസ്തയെന്നും. അതേസമയത്ത് ഇന്നത്തെ പുതിയ തലമുറക്ക് രാഷ്ട്രീയമാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അവരുടേതായ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ചിന്തകൾക്കും അനുസരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അനുയോജ്യമായതെന്നും തിരഞ്ഞെടുക്കേണ്ടതെന്നും അവർക്കറിയാം. അതുകൊണ്ട് അതിൽ പ്രത്യേകം സമസ്ത ഇടപെടേണ്ട
കാര്യമില്ലെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് സമസ്തയുടെ നയമല്ലെന്നും നിലപാടല്ലെന്നും വളരെ വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തു. മാത്രവുമല്ല, പത്രക്കാരെ ചിരിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു തങ്ങളുടെ പല പ്രതികരണങ്ങളും. തികഞ്ഞ ആത്മവിശ്വാസം തങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഒരു ലോബിക്കും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇടതാവട്ടെ വലതാവട്ടെ, ഒരു ലോബിക്കും ഇതിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അത്രയും ഭദ്രമാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം, സുന്നി പടയണി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. മതനിരാസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു. പക്ഷേ ആ പ്രമേയം ചാനലുകൾ ചർച്ചയാക്കിയപ്പോൾ അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പടം ഉപയോഗിച്ച്, ചിത്രം ഉപയോഗിച്ച്, വീഡിയോ ഉപയോഗിച്ച് സംപ്രേഷണം ചെയ്തിരുന്നു. പക്ഷേ ആ കാര്യത്തെ തള്ളിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ മാധ്യമ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളത്. അതേസമയത്ത് ഇന്ന് കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, തങ്ങളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ കാട്ടാനകൾ പോലും പകച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പൊതുസമൂഹത്തിനോട് പറയണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ പത്രം ആവശ്യമായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ അവരുടെ ചാനൽ ആവശ്യമായിരുന്ന കാലത്ത്, സമൂഹത്തോട് പറയാൻ പറ്റാത്തൊരു കാലത്ത് ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന് സാധ്യമല്ല എന്ന് മാത്രമല്ല, സുന്നി പടയണി ഒന്നാകെ, അതായത് മുജാഹിദ് ലോബികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളത്, അവരുടെ ഒത്താശയ്ക്ക് വേണ്ടി നീങ്ങുന്ന ഏതാനും ചില തലപ്പാവുധാരികളും ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സുന്നി പടയണികളും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ സ്വാധീനം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. MT അബ്ദുള്ള മുസ്ലിയാർ ഒരു മുൻ തയ്യാറാക്കി വെച്ച ഒരു പ്രസംഗമാണോ അവതരിപ്പിച്ചത് എന്ന് ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്രയും സമയമൊന്നും ഒരു സമ്മേളന സദസ്സുകളിലും ഉപയോഗപ്പെടുത്താത്ത ഒരു പുതിയ രൂപത്തിൽ, അതായത് MT അബ്ദുള്ള മുസ്ലിയാരുടെ പ്രസംഗം കഴിയട്ടെ എന്ന രൂപത്തിലായിരുന്നു ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വേദിയിലുള്ള ഇരുത്തമെന്ന് ചില ആളുകൾ വിലയിരുത്തുകയുണ്ടായി. ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന ചർച്ചയും ചില ഭാഗങ്ങളിലൊക്കെ ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ശക്തിക്കും സമസ്ത EK വിഭാഗത്തിലെ സുന്നികളെ തകർക്കാൻ കഴിയില്ല. അത് ആരെ ചാക്കിലിട്ടാലും ആരുമായി ഗൂഢാലോചന നടത്തിയാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ് സമസ്ത എന്ന് പറയുന്ന EK വിഭാഗത്തിൻ്റെ പ്രഗത്ഭനായ നേതാവ്, അതിൻ്റെ പ്രസിഡന്റ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ കൃത്യമായ ചില വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അനവസരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് പുതിയ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് വളരെ രസകരമായിട്ടായിരുന്നു ജിഫ്രി തങ്ങൾ പ്രതികരിച്ചത്. മാത്രവുമല്ല, അതൊക്കെ ഞാൻ പിന്നീട് പറയുമെന്നും ഇപ്പോൾ അതിനു വേണ്ടിയല്ല നിങ്ങളെ വിളിച്ചിട്ടുള്ളത് എന്ന വ്യക്തമായ ഒരു നിർദ്ദേശവും തങ്ങൾ നൽകി. അവസാനമായി, നിങ്ങൾക്കിപ്പോൾ ആവശ്യമായതൊക്കെ കിട്ടിയില്ലേ എന്ന തമാശയും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടെയാണ് തങ്ങൾ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, പല ആളുകളും പത്രസമ്മേളനം കഴിയുമ്പോൾ ദേഷ്യം പിടിച്ച് ഇടയിൽ വെച്ച് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്, മുഖഭാവം മാറുന്ന ആളുകളുണ്ട്. പക്ഷേ പത്രക്കാരുടെ മുന്നിൽ തങ്ങൾ തുടങ്ങുന്നതും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പുഞ്ചിരിയോടുകൂടെയും പൂർണ്ണമായ സംതൃപ്തിയോടുകൂടെയും ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെയാണ് EK വിഭാഗത്തിലെ മുഴുവൻ സുന്നികളുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആവേശമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ എല്ലാ വേദികളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ കാലങ്ങളെപ്പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ കീഴടക്കാനോ ഇനി സമസ്തയെ കഴിയില്ല എന്ന രൂപത്തിൽ തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാടുകൾ എന്നത് വ്യക്തമാണ്. അത് ഈ സമ്മേളനത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ആകെ കൊടുക്കാനുള്ളത് സമസ്തയാർക്കും കൈകാര്യം പറ്റില്ല എന്നുള്ളത്. അത് കൊടുത്താൽ മതി, അത് കിട്ടിയല്ലോ, അതിന്റെ സന്തോഷമായി. നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ് ഉണ്ടാക്കുക, നമ്മളെ ലക്ഷ്യം വേറെയാണ്, ആത്മീയത ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.